പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷികത്തിൽ സന്ദേശവുമായി കരസേന. മനുഷ്യത്വത്തിന്റെ അതിരുകൾ ലംഘിക്കുമ്പോൾ പ്രതികരണം അതിശക്തമായിരിക്കുമെന്നാണ് സന്ദേശം. നാളെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷിക ദിനം. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. പറയൂ അർജുൻ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ഓപ്പറേഷൻ സിന്ദൂരും അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പോരടിപ്പും എല്ലാം തന്നെ മാറ്റി നിർത്തിയാൽ പോലും വലിയ തോതിൽ ഇന്ത്യ അർഹിക്കുന്ന ഒരു പ്രാധാന്യം അത് ഉണ്ട് ഈ ഒരു ഓപ്പറേഷൻ എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും നാളെ ഏപ്രിൽ 22-ാം തീയതിയാണ് ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആദ്യ വാർഷികം. അടുത്ത മാസം 7-ാം തീയതിയാണ് ഓപ്പറേഷൻ സിന്ദൂരിന്റെ 1ാം വാർഷികം. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ADGPI ഇന്ത്യൻ ആർമി ഇത്തരത്തിലൊരു സന്ദേശം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിരിക്കുന്നത്. സം ബോർഡേഴ്സ് ഷുഡ് നോട്ട് ബി ക്രോസ്ഡ് എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു സന്ദേശത്തിൽ. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഒരു ഫോണ്ട്, ഒരു ശൈലി കൂടെയാണ് ഇത്തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള പോരടിപ്പുകൾ, പ്രത്യേകിച്ചും അമേരിക്കയുടെ ഇടപെടൽ, അതുപോലെ തന്നെ ആരുടെ ഭാഗത്തു നിന്ന് എത്രയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വലിയ തോതിലുള്ള പോരടിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ അത്രയും ജനത ആഗ്രഹിച്ച പോലെ ഒരു തിരിച്ചടി ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് നൽകാൻ സാധിച്ചു. പ്രത്യേകിച്ചും ആ ഒരു 15-16 ദിവസം, 22-ാം തീയതി ഏപ്രിൽ 22-ന് പഹൽഗാം ഭീകരാക്രമണം സംഭവിക്കുന്നു. അതിനുശേഷം 16 ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂർ സംഭവിക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഉറ്റുനോക്കിയിരുന്ന ആഗ്രഹിച്ച രീതിയിലുള്ളൊരു തിരിച്ചടി തന്നെ പാകിസ്ഥാനിലെ ഭീകരർക്കെതിരെ നൽകാൻ സാധിച്ചു. അത് മാത്രമല്ല, ഒരു സന്ദേശം നൽകുന്നതിലൂടെ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇന്ത്യയെ ലക്ഷ്യമിടുകയാണെങ്കിൽ, ഇന്ത്യൻ പൗരന്മാരെ, സൈന്യത്തെയും എല്ലാം തന്നെ ലക്ഷ്യമിടുകയാണെങ്കിൽ അതിനും തക്കതായിട്ടുള്ള മറുപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് സൈന്യം പറയുന്നത്. അതായത് മനുഷ്യത്വത്തിന്റെ അതിർവരമ്പുകൾ കടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെതിരെയുള്ള മറുപടികൾ അതിശക്തമായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇന്ത്യ ഒന്നും മറക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി കരസേന പങ്കുവെച്ച ആ സന്ദേശത്തിലുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.